പക്ഷേ പൊതുവേ മാരുതിയുടെ വണ്ടികൾക്കുള്ള പോലെ ഒരു സെൻറ്ററിങ് ഇഷ്യൂ, ഹൈ സ്പീഡിലൊരു കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സെൻറ്ററിങ് ഇഷ്യൂ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു 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 തട്ട് സൗണ്ടിന് പകരം ഒരു ടക്ക് സൗണ്ട് വരുന്നത് കുറച്ച് ഈ പറയുന്ന ബിൽഡ് ക്വാളിറ്റി കോംപ്രമൈസ് പോലെ നമുക്ക് തോന്നാറുണ്ട്. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അതായത് ഒരുപാട് മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് പൂപ്പലെടുക്കും. ഈ റിയർ സീറ്റ് ബെൽറ്റ്സ് നമ്മൾ എപ്പോഴും ബക്കിൾ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. അതൊരു ഇൻകൺവീനിയൻസ് ആണ്, കാരണം നമ്മുടെ ബാക്കിലെ സീറ്റുകൾക്ക് സെൻസേഴ്സ് വരുന്നില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മാരുതി സുസുക്കി ഫ്രോങ്സ് ആണ്. ഈ വണ്ടി 2023 ഡിസംബർ മോഡലാണ്. ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്തേക്കുന്ന ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസും വാക്ക് അറൗണ്ടും ഇൻറ്റീരിയറും ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. മാരുതി സുസുക്കി ഫ്രോങ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏപ്രിൽ 2022-ലാണ്. അതിനുശേഷം ഒരു 1.5 ലക്ഷം യൂണിറ്റോളം വിറ്റ് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് മാരുതിക്ക് സാധിച്ചു. അതിന് ഏറ്റവും റീസണായിട്ട് പറയേണ്ടത് വണ്ടിയുടെ ലുക്സും ഡിസൈനും തന്നെയാണ്. ഈ വണ്ടി വരുന്നത് ഒരു സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUV സ്റ്റൈലിലാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉയരം കൂടിയ നിവർന്ന് നിൽക്കുന്ന ക്രോസ് ഓവർ വണ്ടികളെ പറയുന്നതാണ് സബ് കോമ്പാക്ട് ക്രോസ് ഓവർ SUVs എന്ന്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള റേസ്ഡ് ബോണറ്റും സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ചെരിഞ്ഞിറങ്ങുന്ന ക്രോസ് ഓവർ സ്റ്റൈൽ ഡിസൈനും ഒക്കെയാണ് ഇതിന് മെയിനായിട്ട് കാരണം. പിന്നെ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ വിറ്റാറയുടെ ഒരു ബേബി ആയിട്ട് തന്നെ തോന്നും. കാരണം അതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഓൾമോസ്റ്റ് സിമിലാരിറ്റി ഉള്ളൊരു ഡിസൈൻ ആണെങ്കിലും കുറച്ച് എലമെൻറ്റ്സിൽ വ്യത്യാസം വരുത്തിയാണ് ഫ്രോങ്സ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബേസ് മോഡലായ സിഗ്മ വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഹലോജൻ ഹെഡ്ലൈറ്റ്സ് ആണ്. അതും വിറ്റാറയുടെ സെയിം ഹെഡ്ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ്. സോ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡിലൊരു വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ വിറ്റാറയാണോ ഫ്രോങ്സ് ആണോ എന്ന് നമുക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നും. ഇനി കുറച്ച് അടുത്തേക്ക് വന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഈ റേസ്ഡ് ആയിട്ടുള്ള ബോണറ്റ് ആയിരിക്കും. അതിൽ നല്ല മസ്കുലർ കട്ട്സും നല്ല ഫിനിഷിങ്ങും ഒക്കെയാണ്. ഈ ബോണറ്റിന് നമുക്ക് ഒട്ടും ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. മാരുതിയുടെ വണ്ടികൾക്ക് ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു കോമൺ കംപ്ലയിൻറ്റ് എല്ലാവർക്കും പറയാനുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഈ വണ്ടിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രസ് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒരു കോംപ്രമൈസ്ഡ് ബിൽഡ് ക്വാളിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വരുന്നത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഈ DRLs ആണ്. ഇത് അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ആണ് ഡേ ടൈമിൽ. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് കൂടിയാണ്. നമ്മൾ ഹസാർഡ് ഇടുമ്പോഴോ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴോ ഈ DRLs ആണ് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ റോഡിലൂടെ യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ പല തവണ ഫ്ലാഷ് ചെയ്ത് ഇത് ഹെഡ്ലൈറ്റാണ് തെറ്റിദ്ധരിക്കുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന സൈഡിലേക്ക് വന്ന ക്രോം പാനൽ കാണാം. അതിൻ്റെ അകത്ത് നമുക്ക് വലിയതായിട്ട് മാരുതിയുടെ ഒരു ലോഗോ ചെയ്യുന്നു. പിന്നെ വന്നേക്കുന്നതാണ് ഈ ഹണികോം ഗ്രില്ല് വരുന്നത്. അതാണെങ്കിലും നല്ല ഡിസൈൻ വൈസ് സ്യൂട്ട് ആവുന്നുണ്ട്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അസംബ്ലിയാണ്. അതൊരു ട്രയാങ്കുലർ അസംബ്ലി സെറ്റപ്പിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് 3 ലൈറ്റുകൾ കാണാം. ഈ താഴത്തെ 2 ലോ ബീമും മേളിലെയാണ് ഹൈ ബീം. ലോ ബീം ആണെങ്കിൽ പോലും അത് ഒട്ടും കോംപ്രമൈസ്ഡ് അല്ല, നല്ല ലൈറ്റിംഗ് ഉണ്ട്. ഹൈ ബീം ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലുള്ള ലൈറ്റാണ്. സോ അങ്ങനെ ലൈറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഒട്ടും മോശം പറയാനില്ല. പിന്നെ ഒരു ഡമ്മി ഏരിയ ഫോഗ് ലൈറ്റിനുള്ള, ഇത് ഹയർ വേരിയൻസിനൊക്കെ ഫോഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഇത് ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിനത് വരുന്നില്ല. പിന്നെ ഇത് ആക്സസറി ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്രണ്ട് ലിപ്പാണ്. അണ്ടർ ബോഡി സ്പോയിലർ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2500 റുപ്പീസോളം വില വരുന്നതാണ്. ഇനി നമ്മൾ വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വൈഡായിട്ടുള്ളൊരു വീലാർച്ചാണ്. അതിൻ്റെ അകത്ത് 16 ഇഞ്ച് അലോയ്, ഡയമണ്ട് കട്ട് അലോയ്സ് ഒന്നുമല്ല. ഈ വേരിയൻറ്റിന് വരുന്നത് നോർമൽ അലോയ്സ് ആണ്. പിന്നെ ഈ പറയുന്ന വീലാർച്ച് ഗാർണിഷ്, ഇത് എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമ്മൾ ഷോറൂമിൽ നിന്നാണ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഒരു 1000 റുപ്പീസ് ഒരെണ്ണത്തിന് വരുന്നുണ്ട്. സോ 4 സൈഡിലും 4 വീലിൻ്റെ മുകളിലും വരുന്നുണ്ട്. 4000 റുപ്പീസ് പ്ലസ് ഫിറ്റിംഗ്, ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ്വെയർ സൈഡിലുള്ളൊരു സസ്പെൻഷനാണ്. എന്ന് വെച്ചുകൊണ്ട് അത് നമുക്ക് ഒട്ടും നമ്മുടെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റീനെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ പൊതുവേ മാരുതിയുടെ വണ്ടികൾക്കുള്ള പോലെ ഒരു സെൻറ്ററിങ് ഇഷ്യൂ, ഹൈ സ്പീഡിലൊരു കോർണറൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സെൻറ്ററിങ് ഇഷ്യൂ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ORVMs കാണാം. അതിൽ ഇൻ്റഗ്രേറ്റഡ് LEDs ഉണ്ട്. ഇത് മറ്റേ ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫോൾഡിങ് ഫങ്ഷനാലിറ്റി വരുന്നില്ല, പക്ഷേ നമുക്ക് മാനുവലി ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് വന്ന ഒരു ഡോറിൻ്റെ സൈഡിലൊരു ക്രോം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡ് മോൾഡിങ് അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. 2000 സംതിങ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ബാക്ക് ഡോറിൻ്റെ സൈഡിലാണെങ്കിൽ ഇവിടെ ക്രോം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്ന ഒരു കോർണർ ഗ്ലാസ് ആണ്. ഇതിന് പ്രത്യേകിച്ച് ഫങ്ഷനാലിറ്റി ഒന്നുമില്ല, ജസ്റ്റ് ആ ഡിസൈനായിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യാനായിട്ട് വന്ന ഒരു കോർണർ ഗ്ലാസ് മാത്രം.
കുറച്ചും കൂടെ ലൈറ്റിങ് നമുക്കുള്ളിൽ കിട്ടും. അതല്ലാണ്ട് വേറെ സ്പെഷ്യലായിട്ട് അതിന് വേറെ ഉപകാരങ്ങളൊന്നുമില്ല. ഒരു റെയിൻ ഗാർഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആക്സസറി ആയിട്ട്. ഏകദേശം ഒരു 2000 to 2500 റേഞ്ചിനാണ് അതിലും പ്രൈസ് വന്നത്. ഈ പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനൊരു സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് മുകളിലായിട്ട് ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം, ചെരിഞ്ഞിറങ്ങുന്ന ഒരു സ്പോയിലേഴ്സ് കാണാം. പിന്നെ ഒരു റൂഫ് റെയിൽ മുകളിൽ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ക്രോം ഇൻസേർട്സോ കാര്യങ്ങളൊന്നുമില്ല, വെറും ബ്ലാക്ക് ആയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. ഇനി ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഡിസൈൻ വൈസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിസൈനാണ്, യുണീക്കാണ്. അത്യാവശ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് നമുക്കൊരു കൂപ്പേ ഡിസൈൻ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഡിസൈനാണ് ബാക്കിൽ വന്നേക്കുന്നത്. ബാക്കിൽ വരുമ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡീഫോഗേഴ്സ് വരുന്നുണ്ട്. റിയർ വൈപ്പർ ഈ വേരിയൻറ്റിന് വരുന്നില്ല, ഹയർ വേരിയൻസിനെ വരുന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ബാക്ക് ലൈറ്റ് കാണാം. പിന്നെ ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ബ്രേക്ക് ലൈറ്റ്. ഈ പറയുന്ന ഇൻഫിനിറ്റി ലൈറ്റ് വർക്കിംഗ് അല്ല, ജസ്റ്റ് ഒരു ഡമ്മി പീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്കത് എക്സ്ട്രാ ആക്സസറി ആയിട്ട് ആഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു 7000 റുപ്പീസാണ് അതിന് കോസ്റ്റ് വരുന്നത്, പ്ലസ് ഫിറ്റിംഗ് ചാർജസും കൂടെ വരും. പിന്നെ നമ്മൾ ആക്സസറി ആയിട്ട് ചെയ്തേക്കുന്നത് ക്യാമറയാണ്. ഈ വേരിയൻറ്റിന് ആക്ച്വലി ക്യാമറ വരുന്നില്ല. ഇത്രയും 10 ലക്ഷം രൂപയോളം വില വരുന്ന ഈ വണ്ടിക്ക് ക്യാമറ വരുന്നില്ല എന്ന് പറയുന്ന ഒരു ഭയങ്കര പോരായ്മയാണ്. പക്ഷേ നമ്മളത് ആക്സസറി ആയിട്ട് ചെയ്തു. അത് മാരുതി ഷോറൂമിൽ തന്നെ അവരത് ഫിറ്റ് ചെയ്ത് തരും. അതിനുള്ള സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടാണ് വണ്ടി വരുന്നത്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 റിഫ്ലക്റ്റേഴ്സ് കാണാം. ആക്ച്വലി അവിടെ നമുക്ക് ലൈറ്റ്സ്, ആഫ്റ്റർ മാർക്കറ്റ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. കുറച്ചും കൂടി ലുക്കിന് വേണ്ടി അത് യൂസ് ചെയ്യാം. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്കിഡ് പ്ലേറ്റ് ആയിരുന്നു ഈ പോർഷനിൽ. ഈ അലൂമിനിയം ഫിനിഷിലുള്ള ഈ സ്കിഡ് പ്ലേറ്റ് ആയിരുന്നു ഇവിടെ വന്നുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി എനിക്ക് ഭയങ്കര പേഴ്സണലി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. എനിക്കതെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. സോ ഞങ്ങളിവിടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ ഫിക്സ് ചെയ്ത ഒരു സ്പോയിലർ, ഒരു റിയർ ബോഡി സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു 2500 റേഞ്ചാണ്. അതിനൊരു കാർബൺ ഫിനിഷൊക്കെ പോലത്തെ ടച്ച് വരുന്നുണ്ട്. സോ ആ ഫുൾ അലൂമിനിയം സ്കിഡ് പ്ലേറ്റ് എന്നുള്ള ഇതിൽ നിന്ന് മാറി ഇത് പാർഷ്യലി ഇത് വന്നപ്പോഴത്തേക്കും ആ ലുക്കായിട്ട് അങ്ങ് ബ്ലെൻഡായിപ്പോയി. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത് 308 ലിറ്റേഴ്സാണ്. അത് ബലീനിനേക്കാളും 10 ലിറ്റേഴ്സ് കുറവാണ്. പക്ഷേ അങ്ങനെ ഇഷ്യൂസ് തോന്നിയിട്ടില്ല. അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ട സാധനങ്ങളെല്ലാം ക്യാരി ചെയ്ത് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഈ ബാക്ക് സീറ്റ്സും ഫോൾഡബിളാണ്. അതും കൂടെ ഫോൾഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ സ്പേസ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ബേസിക് ആയിട്ടുള്ളതാണ്. റിഫ്ലക്റ്റേഴ്സ്, ജാക്കി, സ്പെയർ വീല്, അതൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുള്ളൂ. പിന്നെ മുകളിലായിട്ട് നമുക്കൊരു പാഴ്സൽ ട്രേ കാണാം, അത് റിമൂവബിൾ ആണ്. പിന്നെ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നി, ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ടക്ക് സൗണ്ട് വരുന്നുണ്ട്. അത് ഈ നമ്പർ പ്ലേറ്റ് തട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് അറ്റ് ടൈംസ് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിതിന് നമ്പർ പ്ലേറ്റ് ബോക്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇഷ്യൂ വരേണ്ടതല്ല. പക്ഷേ ആ ഒരു ടച്ച് സൗണ്ടിന് പകരം ഒരു ടക്ക് സൗണ്ട് വരുന്നത് കുറച്ച് ഈ പറയുന്ന ബിൽഡ് ക്വാളിറ്റി കോംപ്രമൈസ് പോലെ നമുക്ക് തോന്നാറുണ്ട്. അതല്ലാണ്ട് വേറെ ഇഷ്യൂസൊന്നും ബിൽഡ് ക്വാളിറ്റി സൈഡൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അടുത്തത് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അനലോഗ് കം ഡിജിറ്റൽ സെറ്റപ്പാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന പോലെ ഓഡോമീറ്റർ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, റേഞ്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ടോഗിളിൽ കാണാം. റൈറ്റ് ടോഗിളിലാണെങ്കിൽ കുറച്ചും കൂടെ MIDയുടെ കൺട്രോൾസാണ് വരുന്നത്. അതായത് നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ്, സെക്യൂരിറ്റി, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്കിതിനകത്ത് കാണാം. അത് ഈ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഡോർ സെറ്റിങ്സ് നമുക്ക് അൺലോക്ക് ചെയ്യുന്നത് അതിൻ്റെ ഓൾ ഡോസ് ആണോ അല്ലെങ്കിൽ നമുക്ക് കസ്റ്റം ഡോസ് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെത്, സെക്യൂരിറ്റി, ഗൈഡ്, AC, അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഡ്രൈവേഴ്സ് ഗേറ്റ് ആണ്. അതിൽ ആദ്യം തന്നെ വരുന്നത് മിറേഴ്സിൻ്റെ നോബാണ്. ഈ നോബ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു ജോയ്സ്റ്റിക് കൈൻഡ് ഓഫ് ഫെയിലാണ് വർക്ക് ചെയ്യുന്നത്. ന്യൂട്രലിൽ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ ഇത് ഫോൾഡ് ചെയ്യാനുള്ളതാണ്. ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് മിറേഴ്സ് ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചാണ്. ഇത് ഓൾ വിൻഡോസ് ലോക്ക് ചെയ്യാനുള്ളതാണ്. ഡോർ ലോക്ക് ആൻഡ് ഓപ്പൺ ബട്ടണാണ്. പിന്നെ 4 വിൻഡോസിൻ്റെ പവർ വിൻഡോസിൻ്റെ
സ്വിച്ചാണത്. ഇതിൻ്റെ അകത്തൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ആകെ ഈ ഓട്ടോ എന്ന് എഴുതിയേക്കുന്നത് മാത്രമേ ഇലുമിനേറ്റ് ആവും. ബാക്കി സ്വിച്ചസിൻ്റെ ഒന്നും ഇലുമിനേഷൻ ലൈറ്റ് ഇല്ല. സോ രാത്രി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ അൺലോക്ക് ബട്ടൺസും ഈ ബട്ടണുകൾ എവിടെയാണെന്ന് നമ്മൾ തപ്പേണ്ട അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്വിച്ചസ് ലൈറ്റ് സ്വിച്ചസ് യൂസ് ചെയ്ത് ലൈറ്റപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. അതൊരു കുറച്ച് ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നില്ല ഈ മോഡലിന്. സൈഡിലാണെങ്കിൽ നമ്മുടെ മീഡിയ കൺട്രോൾസിൻ്റെ സ്വിച്ച്, താഴെ കോൾ അറ്റൻഡ് ചെയ്യാൻ, കട്ട് ചെയ്യാൻ, വോയിസ് അസിസ്റ്റൻ്റൊക്കെ വളരെ ബേസിക് ഫീച്ചേഴ്സ് മാത്രമേ വർക്ക് ചെയ്യൂ. നമുക്ക് ഓപ്പൺ ചില കമാൻഡ്സ് യൂസ് ചെയ്ത് ചില ഫങ്ഷണാലിറ്റീസ് ഓപ്പൺ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷനുകൾ, വെഹിക്കിൾ കൺട്രോൾസിൻ്റെ ഓപ്ഷനുകൾ, FM, റേഞ്ച് കാര്യങ്ങൾ, മൈലേജ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും. വണ്ടിക്ക് ഇപ്പോൾ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 18.2 കിലോമീറ്റേഴ്സാണ്. അത് ആക്ച്വലി കമ്പനി പറയുന്നതിനേക്കാൾ ഒരുപാട് താഴെയാണ്. 22-21 ഒക്കെയാണ് ഓൾമോസ്റ്റ് പറയുന്നത്. കാരണം ഇതൊരു 1.2 ലിറ്റർ ബലീനോയുടെ സെയിം പ്രൂവൺ എൻജിൻ ആയതുകൊണ്ട് ആ കൈൻഡ് ഓഫ് മൈലേജ് ഇതിനും വരേണ്ടതാണ്. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് വണ്ടി അങ്ങനെ ബ്രേക്കിനൊന്നും ആയിട്ടില്ല. സോ അതുകൊണ്ട് ആയിരിക്കണം 18.2 വരുന്നുള്ളൂ. പക്ഷേ അതിലത്ര ഇഷ്യൂ ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്കൊരു ഡീസൻറ്റ് റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ താഴേക്ക് വന്ന എയർ വെൻസ് കാണാം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC സ്വിച്ചുകൾ, അങ്ങനെ അതിൻ്റെ ക്ലസ്റ്റർ കാണാം. താഴെ നമുക്കൊരു USB പോർട്ടും പവർ സോക്കറ്റും കാണാം. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. വളരെ മിനിമലായിട്ട് വെക്കാൻ പറ്റുന്ന 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഗിയർ നോബ് വരുന്നത് AMT ആണ്. ഗിയർ നോബിൻ്റെ സൈഡിൽ നിന്നൊന്നും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഹാൻഡ് റെസ്റ്റ് എക്സ്ട്രാ ചെയ്തതാണ്. ഇത് ബലീനോയുടെ ഹാൻഡ് റെസ്റ്റ് ആണ്. ആക്ച്വലി ഈ വണ്ടിക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നില്ല, അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഈ സീറ്റ് കവേഴ്സ് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഒരു 10K വരുന്നുണ്ട്. അത്യാവശ്യം പ്രീമിയം ലെതേഴ്സാണ്. അതിന് മുന്നേ വരുന്ന ഒരു ഫാബ്രിക് മെറ്റീരിയലായിരുന്നു. അതൊരു ഒട്ടും ഒരു ക്വാളിറ്റി ഇഷ്യൂ ഫീൽ ചെയ്തുകൊണ്ടാണ് ലെതേഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. പിന്നെ ഈ ഡോർ സൈഡിൽ വരുന്ന ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ഫാബ്രിക് മെറ്റീരിയൽ, ഇത് ആക്ച്വലി ഇത് ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ, അതായത് ഒരുപാട് മഴയൊക്കെ ഉള്ള സമയത്ത് ഇത് പൂപ്പലെടുക്കും. അതപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പ് ചെയ്യണം, ക്ലീൻ ചെയ്യുന്നൊരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ പിന്നെ വണ്ടിയുടെ ഫുൾ ഈ ഫാബ്രിക് ക്ലീൻ ചെയ്തിട്ട് പോകേണ്ട ഒരു ഇഷ്യൂ വരാറുണ്ട്. ഈ സൈഡിൽ വരുന്ന മൾട്ടി ടോൺ കളേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ആകെ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ മാത്രമേ കുറച്ച് ചീപ്പായിട്ട് ടച്ചിൽ ഫീൽ ചെയ്യുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ക്വാളിറ്റിയിലൊന്നും അങ്ങനെ ഇഷ്യൂസ് തോന്നാത്ത തരത്തിലുള്ള മേക്കിംഗ് ആണ്. ഇനി താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്ലൗ ബോക്സ് ആണ്. അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. പിന്നെ താഴെ 3D മാറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വിനൈൽ കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, വിനൈൽ മാറ്റിൻ്റെ മുകളിലാണ് 3D ചെയ്തേക്കുന്നത്. അത് ബാക്കിലും എല്ലാം ഷോറൂം തന്നെയാണ്. ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് വരുന്നുണ്ട്. അതും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നൈറ്റൊക്കെ ആണെങ്കിലും കൺവീനിയൻ്റ് ആണ്. 2 ഹലോജൻ ലൈറ്റ്സ് വരുന്നുണ്ട്. ബാക്കിലും ഒരു ലൈറ്റ് വരുന്നുണ്ട്. എല്ലാം ഹലോജൻ തന്നെ. പാസഞ്ചർ സൈഡിലൊരു മിറേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ പാനൽ കാണാൻ പറ്റുന്ന പവർ വിൻഡോയുടെ സ്വിച്ചസ്, ഒരു ചെറിയ ബോട്ടിൽ ഹോൾഡർ കാണാം. പിന്നെ നമ്മുടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇതാണ് ലെഗ് റൂമിന്. ഇത് ഫ്രണ്ടിലെ സീറ്റ് ഏറ്റവും ഇറക്കിയിടുമ്പോഴുള്ള ലെഗ് റൂമാണ്. ഞാൻ 6 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്, എനിക്ക് ലെഗ് റൂം ഉണ്ട്. ഇത് ഏറ്റവും ഇറക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ടൈറ്റായിട്ട് തോന്നുന്നത്. പക്ഷേ നോർമൽ ഡ്രൈവിംഗ് രീതിയിൽ നമ്മൾ ഇത്ര ഇറക്കിയിടുന്നില്ല, അപ്പോൾ നമുക്ക് ഇഷ്യൂസ് വരില്ല. ഇത് ഏറ്റവും കയറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത്രയും നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ആ കാര്യത്തിലൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഇല്ല. റിയർ AC വെൻസ് വരുന്നില്ല. പിന്നെ നമുക്കൊരു പവർ സോക്കറ്റ് വരുന്നുണ്ട്. 3 പേർക്കും ഹെഡ് റെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആം റെസ്റ്റ് വരുന്നില്ല. ഈ റിയർ സീറ്റ് ബെൽറ്റ്സ് നമ്മൾ എപ്പോഴും ബക്കിൾ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. അതൊരു ഇൻകൺവീനിയൻസ് ആണ്. കാരണം നമ്മുടെ ബാക്കിലെ സീറ്റുകൾക്ക് സെൻസേഴ്സ് വരുന്നില്ല, ലോഡ് സെൻസേഴ്സ് ഇല്ല. സോ എപ്പോഴും നമ്മുടെ സീറ്റ് ബെൽറ്റ് വാർണിംഗ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഫ്രണ്ട് സീറ്റുകൾക്ക് സെൻസേഴ്സ് ഉണ്ട്, ആളിരുന്നാൽ മാത്രമേ വാർണിംഗ് ട്രിഗർ ആവത്തുള്ളൂ. പക്ഷേ ബാക്കിലെ സീറ്റുകൾക്ക് അതില്ല, ബക്കിൾ ചെയ്ത് തന്നെ യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ അത്ര നമുക്കങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വലിയ ഇൻകൺവീനിയൻസ് തോന്നുന്നില്ല. എന്നാലും ആ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത്. ഇനി ബാക്ക് സൈഡിലാണെങ്കിലും ഫ്രണ്ട് സൈഡിലാണെങ്കിലും നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന കാര്യം വണ്ടിയുടെ സ്പേസ് തന്നെയാണ്. വണ്ടി അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ബലീനോടെ തന്നെ ഷാസിയിൽ ബിൽഡ് ചെയ്തതാണെങ്കിൽ പോലും വണ്ടി കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ടും വിഡ്ത്ത് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. ഒട്ടും ഒരു
കൺജഷൻ ഫീൽ നമുക്ക് വരുന്നില്ല വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ. 5 പേര് വിത്ത് 2 ബേബീസൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇതിൽ ഏറ്റവും ലോങ് പോയേക്കുന്നത് ഊട്ടിയാണ്. അത് ഞങ്ങൾ 5 പേരാണ് പോയത്. അപ്പോൾ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഇനി വണ്ടീൻ്റെ എഞ്ചിൻ സൈഡിനെ കുറിച്ചും ഡ്രൈവബിലിറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ വരുന്നത് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 89 bhp പവറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒട്ടും ജെർക്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഗിയർ ഷിഫ്റ്റ്സിലോ മൂവ്മെൻറ്റ്സിലോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഓവർടേക്ക് ചെയ്യാനോ ഹൈവേസിൽ പോകുമ്പോഴോ സിറ്റീസിൽ യൂസ് ചെയ്യുമ്പോഴോ ഒന്നും അങ്ങനെ നമുക്ക് ഇഷ്യൂസ് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു വേറെ അപ്പർ വേർഷൻ വരുന്നത് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിനാണ്. ടർബോ ആണത്. അത് ഓൾമോസ്റ്റ് 100 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യും. ആക്ച്വലി അതാണ് കുറച്ചും കൂടെ ഡ്രൈവ് ചെയ്യാൻ സുഖമുള്ള എഞ്ചിൻ. ഇത് കുറച്ചും കൂടി ഒരു മടിയനും കുറച്ച് ലാഗി ആയിട്ടുള്ള എഞ്ചിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ആ വണ്ടിയായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രിഫർ ചെയ്ത ഒരു ഫാമിലി കാറും കുറച്ചും കൂടെ മൈലേജ് ഓറിയൻറ്റഡ് ഒക്കെ ആയതുകൊണ്ടാണ് 1.2 ലിറ്റർ 4 സിലിണ്ടർ തന്നെ ചൂസ് ചെയ്തത്. ഇനി ആരൊക്കെ ഈ വണ്ടി നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഫാമിലി കാറാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ഒത്തിരി സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കണം, ചീപ്പായിട്ടുള്ള മെയിൻ്റനൻസ് ആയിരിക്കണം, നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 12 lakhs-നും 10 lakhs-നും ഇടയിലാണെങ്കിൽ ദിസ് വിൽ ബി എ പെർഫെക്റ്റ് ചോയ്സ്. കാരണം വണ്ടിയുടെ മെയിൻ്റനൻസ് ആണെങ്കിലും മൈലേജ് വെച്ച് നോക്കിയാലും ഒരു കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് നോക്കിയാലും ഒക്കെ ഭയങ്കര ചീപ്പാണ്. ഒരുപാട് സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. സർവീസ് സെൻറ്റേഴ്സ് ആണെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ടാറ്റ പോലത്തെ കമ്പനിയൊക്കെ ആണെങ്കിൽ സർവീസിന് പോയാൽ നമ്മൾ അത് കാരണം നമ്മൾ ആ വണ്ടി വെറുത്തു പോകും. കാരണം ഇതിന് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇതുവരെ സോഫാർ ഫേസ് ചെയ്തിട്ടില്ല. യൂസേഴ്സ് ആണെങ്കിലും ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റോഡ് പ്രസൻസും സ്റ്റൈലിഷ് ലുക്കിംഗ് ആയിട്ടൊരു കാറാണ് വേണ്ടത്, ഒരു കോമ്പാക്റ്റ് SUV ടൈപ്പ് മോഡലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദിസ് വിൽ ബി എ പെർഫെക്റ്റ് ചോയ്സ്. ഇനി നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനോ എന്തെങ്കിലും ആക്സസറി റിലേറ്റഡ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.